നിലവിൽ HDFC ബാങ്കിന്റെ സ്മാർട്ട് ബൈ വഴിയുള്ള പർച്ചേസിന് കിട്ടുന്ന റിവാർഡ് പോയിന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജൂലൈ 1 മുതൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇത് എഫക്ട് ചെയ്യുന്നത് HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്മാർട്ട് ബൈ വഴി വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് മാക്സിമം റിവാർഡ് ബെനിഫിറ്റ് ഏൺ ചെയ്തിരുന്നവരെയാണ്. പ്രത്യേകിച്ച് HDFC ബാങ്കിന്റെ പ്രീമിയം വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകളായ ഇൻഫിനിയ, ഡൈനേഴ്സ് ക്ലബ്ബ് പോലുള്ള കാർഡുകൾ ഉപയോഗിച്ച് പലരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിരുന്നു. അവർ ഇപ്പോൾ ആമസോൺ വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ബിൽ പേയ്മെന്റ് ചെയ്തു നമ്മുടെ കാർഡ് വഴി പേയ്മെന്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആമസോണിന് ഗിഫ്റ്റ് വൗച്ചർ പർച്ചേസ് ചെയ്ത് അത് ആമസോണിലേക്ക് ആഡ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന രീതിയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പലരും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇൻഫിനിയ പോലുള്ള പ്രീമിയം വേരിയന്റ് കാർഡിലൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ബൈ വഴി ഗിഫ്റ്റ് കാർഡ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ് ആയിട്ട് നല്ല രീതിയിൽ റിവാർഡ് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിച്ചിരുന്നു. ഇങ്ങനെ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് മാക്സിമം ബെനിഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടിരുന്നവരെയാണ് പുതിയ മാറ്റം വലിയ രീതിയിൽ ബാധിക്കുക. അല്ലാതെ നോർമലി HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നോർമൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നവർ ഇത് ബാധിക്കുകയില്ല. സോ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് ചെറിയൊരു മാറ്റം എന്ന് തോന്നുമെങ്കിലും വലിയൊരു ഡിവാലുവേഷൻ തന്നെയാണ് ഈ ഒരു സ്കീമിൽ സംഭവിച്ചിരിക്കുന്നത്. വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ചെയ്യുന്ന വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയാത്തവർക്കാണ് HDFC ബാങ്കിൻ്റെ ഒരു റിവാർഡ് പോർട്ടലാണ് സ്മാർട്ട് ബൈ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു പോർട്ടൽ വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമായിരുന്ന ഒരു ഫീച്ചറാണ് ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കയ്യിൽ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൽ നിങ്ങൾ റിവാർഡ് പോയിന്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയ ഒരു റിവാർഡ് പോയിന്റ് ഈ ഒരു പോർട്ടൽ വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ട്രാവൽ സർവീസ് ബുക്ക് ചെയ്യാനും വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡ് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഓരോ റിവാർഡ് പോയിന്റും കിട്ടുന്ന വാല്യൂവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇൻഫിനിയ, ഡൈനേഴ്സ് ക്ലബ്ബ് പോലുള്ള HDFC ബാങ്കിന്റെ പ്രീമിയം വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ഈ ഒരു പോർട്ടൽ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബ്രാൻഡ് വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ടായിരുന്നു. അതായത് നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ പർച്ചേസ് ചെയ്യാം, സ്വിഗ്ഗിയുടെ വൗച്ചർ പർച്ചേസ് ചെയ്യാം, ഫ്ലിപ്കാർട്ട് വൗച്ചർ പർച്ചേസ് ചെയ്യാം, മിന്ത്ര വൗച്ചർ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങുന്ന സമയത്ത് നമുക്ക് നോർമൽ റിവാർഡ് പോയിന്റിന് പുറമെ നമുക്ക് ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റും HDFC ബാങ്ക് ഓഫർ ചെയ്തിരുന്നു. സോ ഇങ്ങനെ മാക്സിമം ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ് ഏൺ ചെയ്യുന്നതിനായിട്ടാണ് പല ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സും ഈ ഒരു പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഓരോ കാർഡിനും ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി ഏൺ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം റിവാർഡ് പോയിന്റിന് ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മുൻപ് അത് നമ്മൾ ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്താണെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ബുക്കിങ്ങുകൾ ചെയ്താണെങ്കിലും ഏത് സർവീസ് ഉപയോഗിച്ചാണെങ്കിലും ഈ ഒരു മാക്സിമം ക്യാപ്പിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ ജൂലൈ 1 മുതൽ വന്നിരിക്കുന്ന മാറ്റം അനുസരിച്ച് ബ്രാൻഡ് വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് ബെനിഫിറ്റിൻ്റെ ഒരു ക്യാപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഒരു ക്യാപ്പ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു മാസം ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി ബ്രാൻഡ് വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. പിന്നെ നമുക്ക് ആ ഒരു മാസം റിവാർഡ് പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാം. അതായത് പിന്നീട് ആ ഒരു മാസം സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. ആ ഒരു മാസം ആ ഒരു കാർഡിൽ പറഞ്ഞിരിക്കുന്ന മാക്സിമം റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ബ്രാൻഡ് വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു മാസം നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിന് ഒരു ലിമിറ്റ് കൊണ്ടുവന്നു. ഓരോ കാർഡ് വൈസ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫിനിയ വേരിയന്റ് കാർഡ് ആണെങ്കിൽ ഓവറോൾ മാക്സിമം ഒരു മാസം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 15,000 ആണ്. പക്ഷേ ജൂലൈ 1 മുതൽ ബ്രാൻഡ് വൗച്ചർ പർച്ചേസിൽ നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് ബെനിഫിറ്റ് 3,000 മാത്രമാണ്. ഇനി ഡൈനേഴ്സ് ബ്ലാക്ക് മെറ്റൽ, ബിസ് ബ്ലാക്ക് മെറ്റൽ കാർഡ് ആണെങ്കിൽ ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 10,000 ആണ് സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി. ബ്രാൻഡ് വൗച്ചർ കാറ്റഗറിയിൽ ഇപ്പോൾ ജൂലൈ 1 മുതൽ വന്നിരിക്കുന്ന നിയമം അനുസരിച്ച് മാക്സിമം ഒരു മാസം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് 3,000 ആണ്. ഡൈനേഴ്സ് ബ്ലാക്ക് ആണെങ്കിൽ 7,500 ആണ് ഓവറോൾ മാക്സിമം ക്യാപ്പ് ഒരു മാസം. അത് ബ്രാൻഡ് വൗച്ചറിൽ പുതിയ റൂൾ അനുസരിച്ച് 3,000 ആണ് ഒരു മാസം. റിഗാലിയ, ഡൈനേഴ്സ് പ്രിവിലേജ്, ബിസ് പവർ കാർഡ് ആണെങ്കിൽ 4,000 ആണ് ഓവറോൾ മാക്സിമം ക്യാപ്പ് എന്ന് പറയുന്നത്. ബ്രാൻഡ് വൗച്ചർ കാറ്റഗറിയിൽ ക്യാപ്പ് വരുന്നത് 3,000 ആണ്. ടാറ്റ ന്യൂ ആണെങ്കിൽ ഓവറോൾ മാക്സിമം പെർ മന്ത് ക്യാപ്പ് 1,000 ആണ്. അത് ബ്രാൻഡ് വൗച്ചറിൽ നമുക്ക് മാക്സിമം ആ ഒരു പോയിന്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. 1,000 ആണ് ലിമിറ്റ് വരുന്നത്. മറ്റ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകൾ, അതുപോലെ തന്നെ പേസാപ്പ് വാലറ്റ്, പിന്നെ HDFC ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡുകളൊക്കെ ആണെങ്കിൽ ഓവറോൾ മാക്സിമം ക്യാപ്പ് ഒരു മാസം വരുന്നത് 1,000 റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി നേടുവാനായിട്ട് സാധിക്കുക. ആ ഒരു 1,000 എന്നുള്ള ക്യാപ്പ് ഈ പറഞ്ഞ ഓപ്ഷൻസിൽ നമുക്ക് ബ്രാൻഡ് വൗച്ചർ പർച്ചേസ് ചെയ്തുകൊണ്ട് നേടുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ക്യാപ്പ് 1,000 ആണ്. ഈ ഒരു പുതിയ റൂൾ വർക്കാകുന്നതിൻ്റെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിൽ HDFC ബാങ്കിൻ്റെ ഇൻഫിനിയ വേരിയൻ്റ് കാർഡ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ അത് ഉപയോഗിച്ച് ഈ ഒരു മാസം ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ സ്വിഗ്ഗി അല്ലെങ്കിൽ മിന്ത്രയുടെയൊക്കെ വൗച്ചർ പർച്ചേസ് ചെയ്തു. അങ്ങനെ നിങ്ങൾ 3,000 റിവാർഡ് പോയിന്റ് നേടി. 3,000 റിവാർഡ് പോയിന്റ് നേടിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മാസം നിങ്ങൾക്ക് ബ്രാൻഡ് വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. അതേസമയം ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൽ ഇൻഫിനിയ വേരിയൻ്റ് കാർഡിൻ്റെ ഒരു മാസത്തെ മാക്സിമം റിവാർഡ് പോയിന്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 15,000 അപ്പോൾ നിങ്ങൾ ഓൾറെഡി 3,000 റിവാർഡ് പോയിന്റ് നേടി ബാക്കി വരുന്ന 12,000 റിവാർഡ് പോയിന്റ് നിങ്ങൾക്ക് സ്മാർട്ട് ബൈ വഴി ട്രാവൽ ബുക്കിങ്ങുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ വഴിയേ നേടുവാനായിട്ട് സാധിക്കും. ബ്രാൻഡ് വൗച്ചർ പർച്ചേസ് വഴി നേടുവാനായിട്ട് സാധിക്കുകയില്ല. ഈ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് HDFC ബാങ്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്? അതിൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ലഭ്യമല്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡ് കമ്മ്യൂണിറ്റികളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ പലരും ഇൻഫിനിയ വേരിയൻ്റ് കാർഡ്, ഡൈനേഴ്സ് വേരിയൻ്റ് കാർഡൊക്കെ ഉപയോഗിക്കുന്നവർ മാക്സിമം റിവാർഡ് പോയിന്റ് നേടുവാനായിട്ട് ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിരുന്നു. അതായത് സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവർ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യും. ഇപ്പോൾ അവർക്ക് സ്വിഗ്ഗിയിലൊരു ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ഇവിടെ വന്നിട്ട് ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്ത് അത് അതിലേക്ക് ആഡ് ചെയ്ത് അവർ ട്രാൻസാക്ഷൻ നടത്തും. അപ്പോൾ ആദ്യം ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം റിവാർഡ് പോയിന്റ് നേടിയിരുന്നു. ഇപ്പോൾ ഇൻഫിനിയ വേരിയൻ്റ് കാർഡൊക്കെ ആണെങ്കിൽ 15,000 റിവാർഡ് പോയിന്റ് വരെ ഈ ഒരു ബ്രാൻഡ് വൗച്ചർ പർച്ചേസ് വഴി നേടുവാനായിട്ട് സാധിച്ചിരുന്നു. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവർക്കൊരു അഡീഷണൽ കോസ്റ്റ് ബർഡൻ ആണ്. അതുകൊണ്ടാണ് HDFC ബാങ്ക് ഇപ്പോൾ നിലവിലെ ബ്രാൻഡ് വൗച്ചർ പർച്ചേസിന് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ക്യാപ്പ് കൊണ്ടുവന്നതാണ് പല കമ്മ്യൂണിറ്റികളിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു മാറ്റം ആരെയാണ് ബാധിക്കുന്നത്? നിങ്ങൾ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ സ്മാർട്ട് ബൈ വഴി നിങ്ങൾ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല, അതിനെപ്പറ്റി അറിയാറില്ല. നിങ്ങൾ നോർമൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങളെ ബാധിക്കുകയില്ല. ആദ്യം പറഞ്ഞ രീതിയിൽ സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം റിവാർഡ് പോയിന്റ് നേടിയിരുന്നവരെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ് നേടുവാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് മാക്സിമം എൺ ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിൻ്റെ മന്ത്ലി ക്യാപ്പിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആ ഒരു മന്ത്ലി ക്യാപ്പിന് ഒരു സബ് ക്യാപ്പായിട്ട് പല കാർഡിലും നമുക്ക് ഈ ഒരു ബ്രാൻഡ് വൗച്ചർ പർച്ചേസ് കാറ്റഗറിയിൽ മാക്സിമം എൺ ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിനാണ് ഒരു ക്യാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. HDFC ബാങ്കിൻ്റെ ഈ ഒരു പുതിയ നികുതിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി